മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് 54കാരൻ കൊല്ലപ്പെട്ടു. കൊല്ലം ചടയമംഗലത്താണ് സംഭവം. കൊലപാതകം നടത്തിയയാളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചടയമംഗലം പോരേടം മാടൻനട പാറവിള വീട്ടിൽ 54 വയസ്സുള്ള നൌഷാദാണ് കൊല്ലപ്പെട്ടത്. കൊല നടത്തിയ തിരുവനന്തപുരം വട്ടപ്പാറ കരകുളം ചെറുവേലിക്കോണത്ത് വീട്ടിൽ ദിജേഷിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നുച്ചയ്ക്ക് 12:45 ചടയമംഗലം ബിവറേജിന് സമീപത്തുള്ള അടഞ്ഞുകിടക്കുന്ന കള്ളുഷാപ്പിന്റെ 2ാം നിലയിലേക്ക് കയറുന്ന സ്റ്റെയറിന്റെ ഇടനാഴിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന നൌഷാദും ദിജേഷും തമ്മിൽ തർക്കമുണ്ടാവുകയും നൌഷാദിനോട് ദിജേഷ് പണം ആവശ്യപ്പെടുകയും പോക്കറ്റിൽ നിന്നും പണമെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും തമ്മിൽ അടിപിടി നടന്നു. ഇതിനിടയിൽ ദിജേഷ് വലിയ സിമന്റ് ഹോളോബ്രിക്സ് കട്ട കൊണ്ട് നൌഷാദിന്റെ തലക്കിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തറയിൽ വീണ നൌഷാദ് രക്തം വാർന്നു കിടക്കുകയും സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രദേശവാസിയായ ആൾ ബഹളം കേട്ട് കയറി വന്നപ്പോഴാണ് നൌഷാദ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത്. ഈ സമയം ദിജേഷ് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ചടയമംഗലം പോലീസിനെ വിവരം അറിയിപ്പിക്കുകയും ചടയമംഗലം പോലീസ് എത്തി നൌഷാദിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നൌഷാദ് മരണപ്പെട്ടു. നൌഷാദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെട്ട ദിജേഷ് ചടയമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും എത്തി തെളിവുകൾ ശേഖരിച്ചു. കൊല്ലപ്പെട്ട നൌഷാദും കൊല നടത്തിയ ദിജേഷും തമ്മിൽ ബിവറേജിന് സമീപത്ത് വെച്ച് മുൻപ് സുഹൃത്തുക്കളായവരാണ്. ദിജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന നൌഷാദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും.